കഴിഞ്ഞപ്പോ, ആ മജ്ലിസ് പിരിഞ്ഞപ്പോ അവിടെ കൂടിയ മുസ്ലിം ഉസ്താദുമാര് ചോദിച്ചു, ശൈഖുനാ അവറുകളെ, നിങ്ങൾ എന്തു ധൈര്യത്തിലാണ് പറഞ്ഞത്? ശവം കൊണ്ടുവന്നാൽ അതിന് ജീവനിടാമെന്ന് നിങ്ങൾ എന്തു ധൈര്യത്തിലാണ് പറഞ്ഞതെന്ന് ചോദിച്ചപ്പോ ആ പണ്ഡിത വരേണ്യർ പറഞ്ഞുവത്രേ, എനിക്കതിന് കഴിയും. കാരണം എന്റെ മജ്ലിസിൽ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അജ്ഞതയുടെ അന്ധകാരങ്ങളിൽ കഴിഞ്ഞ ഒരു സമുദായത്തെ വിരാമമില്ലാത്ത വിജ്ഞാനത്തിന്റെ അനന്തതയിലേക്ക് ആവാഹിച്ച അല്ലാഹുവിന്റെ വിശ്വപ്രശസ്തമായ വിശ്വാസ പ്രമാണങ്ങൾ ലോകത്ത് പഠിപ്പിച്ചു കൊടുക്കാൻ നിയുക്തരായ പ്രവാചക ശൃംഖലയിലെ സമാപ്ത ബിന്ദുവേ, യുഗയുഗാന്തരങ്ങളുടെ ആചാര്യ ശ്രേഷ്ഠനെ നബി മുഹമ്മദ് മുസ്തഫ, നമ്മുടെ കരളിന്റെ കഷ്ണം നബി മുഹമ്മദ് മുസ്തഫ, റൂഹുൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു തങ്ങൾ എൻ പരിശുദ്ധമായ അല്ലാഹുവിനെ അല്ലാഹുവും അവന്റെ റസൂലും സഹായിക്കില്ല എന്ന് തിരിച്ചു മറുപടി പറഞ്ഞ ശൈഖുനാ ശംസുൽ ഉലമ മയ്യത്ത് കൊണ്ടുവന്നിട്ട് അതിന് റൂഹിട്ട് തരാമെന്ന് പ്രഖ്യാപിക്കാൻ താനിയുള്ള ഏതെങ്കിലും പണ്ഡിതൻ അക്കാലത്ത് അവൾ ഈ ലോകത്ത് ഈ ഭൂമികയിൽ ജീവിച്ചിരുന്നോ? സഹോദരങ്ങളെ, ആലോചിക്കണം. നമ്മൾ ശൈഖുന ജീവിച്ചിരുന്ന കാലത്ത് ഒന്ന് മനസ്സറിഞ്ഞ പണ്ഡിതനോട് സംസാരിക്കാനുള്ള ധൈര്യം പോലും ഏതെങ്കിലും ഒരു പണ്ഡിതന് ഉണ്ടായിരുന്നോ? സഹോദരങ്ങളെ, മരിച്ചു മണ്ണോട് ചേർന്നപ്പോ പലരും ഞങ്ങളുടേതാണ്, 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 മഹാനാണ് എന്ന് പ്രഖ്യാപിക്കുമ്പോഴും ജീവിതകാലത്തെങ്കിലും തിങ്ങി നിറഞ്ഞ ശൈഖുനാ ശംസുൽ ഉലമയുടെ താടി രോമങ്ങളില് ഒരു താടി രോമത്തിന്റെ ഈമാനെങ്കിലും മറുവശത്തുള്ള പണ്ഡിത പരീക്ഷകളുടെ മുഴുവൻ താടികളിലുമുണ്ടോ, കൽബിലുമുണ്ടോ? സഹോദരങ്ങളെ, ശൈഖുനാ ശംസുൽ ഉലമയുടെ ഒരൊറ്റ താടി രോമത്തിന്റെ ഈമാൻ ബഹുമാനപ്പെട്ട ശൈഖുനെ എതിർക്കുന്ന പ്രതിപക്ഷ പണ്ഡിത പരീക്ഷകളുടെ മുഴുവൻ കൽബിലുമുണ്ടോ? സഹോദരങ്ങളെ, ആ പണ്ഡിതരെ ജീവിച്ചിരിക്കുന്ന കാലത്ത് വിമർശിക്കുകയും അധിക്ഷേപിക്കുകയും പരിഹസിക്കുകയും കോടതി കയറ്റുകയും ചെയ്തവർ ചരിത്രത്തിന്റെ പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ നമ്മൾ കണ്ടതെന്താണ്? കോടതി കയറ്റിയവർ, ചീത്ത പറഞ്ഞവർ, തെറി വിളിച്ചവർ മുഴുവനും ശൈഖുനാ ശംസുൽ ഉലമയുടെ മദ്ഹ് പറയുന്ന ഗംഭീരസ്സുകളെ കൊണ്ട് പ്രതിപക്ഷത്തിന്റെ സദസ്സുകൾ ശബ്ദകോലാഹലങ്ങൾ സൃഷ്ടിക്കുന്ന പ്രത്യേക സാഹചര്യം നമ്മൾ ഓർക്കണം. ബഹുമാൻ കണ്ണിയത്ത് അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന ആ മഹാനുഭാവൻ ജീവിതലാക്കി ഉമ്മത്തിന് വിശുദ്ധിയുടെ ഏറ്റവും നല്ല തെളി ചെയ്യാൻ ആ ബഹുമാനപ്പെട്ട മനുഷ്യനെ കോടതിയിൽ കയറ്റിയവർ പിന്നീടുള്ള ചരിത്രം നമ്മൾ കാണുന്നത് ആ മഹാന്റെ മദ്ഹ് പറയുന്നതാണ്. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ ആരിഫീങ്ങളെയും അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെയും ആര് ആക്ഷേപിച്ചോ, ആര് തെറി പറഞ്ഞോ, പരിഹസിച്ചോ, ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് ചെറിയപ്പെടുകയും അവരുടെ നാവ് കൊണ്ട് തന്നെ ആ മഹാന്മാരെ കുറിച്ച് മഹത്വങ്ങൾ പറയിപ്പിക്കുകയും ചെയ്യുന്നത് ചരിത്രത്തിൽ നമ്മൾ കാണുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ്. ആ സാഹചര്യം നമുക്ക് മുന്നിലും നമ്മൾ കണ്ടു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എതിർ കക്ഷികൾക്ക് പോലും ബഹുമാനപ്പെട്ട ശൈഖുനെ പറ്റി, കണ്ണിയത്ത് അഹമ്മദ് കുട്ടി ഉസ്താദ് മുസ്ലിയാരെ പറ്റി, സമസ്തയുടെ ഏതെങ്കിലും ഒരു പണ്ഡിതനെ പറ്റി എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിക്കാൻ ഇന്ന് വരെ കഴിഞ്ഞിട്ടുണ്ടോ? സഹോദരങ്ങളെ, 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 കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല കേട്ടോ, ഇല്ല, ഇല്ല. സമാനതകളില്ല, പകരം വെക്കാനില്ല, തുല്യപ്പെടുത്താനാത്ത ഏറ്റവും നല്ലത്തിന്റെ നിഷ്കളാചരീതിയും ഈ ഉമ്മത്തിന് തുറന്നു തന്ന ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരുടെ പിന്നിൽ എന്ത് വില കൊടുത്തും ഒരു കാറ്റിലും ആടാതെ ഉലയാതെ ഏത് പാറക്കെട്ടുകൾക്കിടയിലും ഒന്നും തടസ്സമാവാതെ ഏത് പ്രളയത്തിലും വലിച്ചു പോകാതെ ഈമാനിന്റെ വിശുദ്ധിയിൽ, ഈമാനിന്റെ
ശോഭയിൽ നമുക്ക് അവരുടെ കൂടെ നിലനിൽക്കാൻ അല്ലാഹു തൗഫീഖ് തരുമാറാവട്ടെ. അല്ലാഹു നമ്മളോട് പറഞ്ഞതും അതാണ്, കൂനൂ മഅസ്സാദിഖീൻ. നമ്മുടെ മുന്നിൽ ജീവിച്ച സാത്വികരായ പണ്ഡിതന്മാർക്ക് വാട്സപ്പില്ല, ഫേസ്ബുക്കില്ല, ഹെലികോപ്റ്ററുകളില്ല, അത്യാധുനിക വാഹനങ്ങളില്ല. റിക്ഷ പിടിക്കുന്നവരാ, വാടകയ്ക്ക് വണ്ടി വിളിക്കുന്നവരാ. പക്ഷേ അവർക്ക് നാളെ അല്ലാഹുവിന്റെ സ്വർഗഭൂമിയിലേക്ക് നടന്നു പോകാൻ, സ്വർഗഭൂമിയിലേക്ക് അവരെ കൊണ്ടുപോകാൻ അല്ലാഹുവിന്റെ മലക്കുകൾ ലോകം കണ്ടിട്ടില്ലാത്ത വാഹനങ്ങളുമായി മുമ്പിൽ വരുമെന്നത് അവരുടെ ജീവിതം സാക്ഷിയാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ആ മഹിതമായ ജീവിത സാക്ഷ്യത്തിന്റെ മുന്നിൽ കണ്ണ് നിറഞ്ഞുകൊണ്ട് ഹൃദയം ചേർത്ത് പിടിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക്